ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോകാൻ പോവാണ് കേട്ടോ, ഓണമൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. 5 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് പോണേ. ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ വെളുപ്പിനാണ് നമ്മൾ പോണത്. ഇപ്പോൾ 4 മണിയായി സമയം. ഞാൻ എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ വെക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട്. 5 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും 10 മണിക്കൂർ പിടിക്കും നമ്മളെ നാട്ടിലെത്താനായിട്ട്. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നേരത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും. പാക്കിംഗ് ഒക്കെ ഇന്നലെ രാത്രി ചെയ്തിട്ടാണ് നമ്മൾ കിടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അവിടെ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മൾ കുറച്ച് തുണികൾ അലക്കിയിട്ടിട്ടുണ്ടായി. ബാൽക്കണിയിലാണ് വെച്ചിരുന്നത്, സ്റ്റാൻഡിലാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് അകത്തേക്ക് എടുത്ത് വെച്ചു, കാരണം ബാൽക്കണിയിൽ നല്ല വെയിലാണ്. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും തുണികളൊക്കെ കേടായി പോവും, അതുകൊണ്ടൊന്ന് അകത്തേക്ക് എടുത്തിട്ടു. പട്ടുവിനെ കുളിപ്പിക്കാതെയാണ് കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ഡയപ്പർ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ എഴുന്നേറ്റ് ആകെ കരച്ചിലും ബഹളൊക്കെ ആയിട്ട് ഉറക്കം പോയതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ട്. എന്തായാലും കാറിൽ കയറി കഴിയുമ്പോൾ ഉറങ്ങിക്കോളും. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ പൂജാമുറി. പൂജാമുറി എന്ന് പറയാൻ പറ്റില്ല, ചുവരിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടങ്ങളിൽ എല്ലാ വീട്ടിലും ഇതുപോലത്തെ ചെറിയൊരു സെറ്റപ്പെങ്കിലും ഉണ്ടാവട്ടെ, ഇവിടുത്തെ ആൾക്കാർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് വെക്കാറ്. രാവിലെ 5 മണിക്ക് ഇറങ്ങാനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇറങ്ങിയൊക്കെ വന്നപ്പോൾ 5:10 എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലൊരു നേരത്തെ ബാംഗ്ലൂർ വിടാനായിട്ട് പറ്റും. എന്തായാലും വെളുക്കുന്നതിന് മുന്നേ നമ്മൾ ബാംഗ്ലൂർ കിടക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ ഭാഗത്തെ വഴികൾ. റൈറ്റ് പോയാലാണ് നമ്മളുടെ ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ പോയില്ലേ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് വേണ്ടിയിട്ട്, അങ്ങോട്ടേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയ കാരണം 10 മണിക്കൂറാണ് ട്രാവലെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ടയേർഡ് ആവുന്നില്ല. ഞങ്ങൾ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാറ്, 2 മണി നേരത്തേക്ക്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിലത്തെ ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സേലത്തും ഒക്കെ ബ്ലോക്കായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തുമ്പോൾ പാതിരാത്രിയാവും, നമ്മളുടെ ഒരു ഫുൾ ഡേ വേസ്റ്റ് ആവും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുളിച്ച് ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം വെളുപ്പിന് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് KR പുരത്താണ് കേട്ടോ. 5:30 നേരത്തെ ബാംഗ്ലൂരിലത്തെ ട്രാഫിക്കാണ് ഇപ്പോൾ കാണുന്നത്. ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നൊരു സമയമാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം ട്രാഫിക്. രാവിലെ ട്രാവൽ ചെയ്യുന്ന കാരണം നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു തണവും നല്ല ഫീലായിരുന്നു. പിന്നെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് അങ്ങനെ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ട്രാഫിക്കൊക്കെ നമുക്ക് കുറയ്ക്കാം. നമ്മൾ സർജാപൂർ റോഡ് വഴി പോയിട്ട് അത്തിബല്ലെ അങ്ങനെ അങ്ങോട്ട് ഹൊസൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർജാപൂർ റോഡ് വഴിയാണ്. അധികം മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ സർജാപൂർ റോഡ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ 2-3 വർഷത്തിനിടയ്ക്കായിട്ട്. എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണയായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ എന്താ പറയുക, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 6 മണിയായപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂരിൻ്റെ ബോർഡർ കടന്നു കേട്ടോ. കർണാടക ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഷോർട്ട് കട്ട് വഴി വന്ന കാരണം നമുക്ക് 20 കിലോമീറ്റർ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൃഷ്ണഗിരിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പട്ടു എഴുന്നേറ്റ് സൈഡിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ കാടല്ലേ, കൃഷ്ണഗിരി മലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്ത് നമ്മളെ 2 സൈഡിലും കാടുകളാണ്. അപ്പോൾ അവിടെ സൈഡിൽ കുറേ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നോക്കിയിരിക്കായിരുന്നു പട്ടു. ആദ്യമൊക്കെ നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും, ഇറങ്ങണം, അതുപോലെ നിന്ന് യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള വാശികളായിരുന്നു. ഇപ്പം ഇത്തിരി വലിയതായി പിന്നെ അവന് മനസ്സിലായി അത്ര എളുപ്പത്തിലൊന്നും നാട്ടിലെത്താൻ പറ്റില്ല, കുറച്ച് നേരം ക്ഷമിച്ചാൽ മാത്രമേ എത്തുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് നടത്തും. കുട്ടികളല്ലേ, അവർക്ക് എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ അല്ലേ, നമുക്ക് തന്നെ മടിയാവും ഇത്രയും നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ.
പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴികളുണ്ടല്ലോ, കൃഷ്ണഗിരി എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. സൈഡിൽ കൊക്കയാണ് കേട്ടോ, കാണാനായിട്ട് നല്ല രസമാണ്, ഫുൾ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരാം നമ്മളുടെ കുതിരാൻമലയില്ലേ, അതുപോലെയാണ് നമ്മളുടെ മലയുടെ മേലെ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ വൺ വേ റോഡുകളായതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. കുതിരാൻമല ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ മുമ്പിൽ വല്ല ലോറികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോകാനായിട്ട് സ്ഥലമില്ല, കാരണം 2 വേ ആയതുകൊണ്ട്. ഇവിടെ പക്ഷേ അങ്ങനത്തെ കുഴപ്പമില്ല, നല്ല ബെസ്റ്റ് റോഡാണ്. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ തുടങ്ങിയിട്ടാ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റതല്ലേ, ആ നേരത്തെ ഒരു കോഫിയൊക്കെ കുടിച്ച് കാലി വയറിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരത്തെ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൃഷ്ണഗിരി വിട്ട് നമ്മൾ ധർമ്മപുരി എത്തിയിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാ കഴിക്കാനായിട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഛർദിയൊക്കെ ഉള്ള ടീമാണ് ഞാനും പട്ടുമൊക്കെ. പെട്ടെന്ന് കുറച്ച് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഛർദിക്കും. എൻ്റെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പട്ടു ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട്, ഒരു 3-4 വട്ടെങ്കിലും അവൻ ഛർദിക്കും. അത് കാരണം ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നെയ്യ് കൂടുതലല്ലേ, അപ്പോൾ എന്തായാലും ഛർദിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം ഞാനും പട്ടുമൊക്കെ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. വാസു എന്താണ്, പൊങ്കലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വാസുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പൊങ്കൽ. അപ്പോൾ വാസു പൊങ്കൽ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. പിന്നെ റെസ്റ്റ് റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ധർമ്മപുരിയിലുള്ള ആനന്ദ് ഭവനിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ അവിടെയൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കാരണം ഇത്ര നേരം വണ്ടിയിലിരുന്നതല്ല, ഒരു മടുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അധികം സമയം കളയുന്നില്ല, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിങ് മാറി മാറി ഷെയർ ചെയ്തിട്ടാണ് പോവാറ്. അപ്പോൾ പിന്നെ ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കുന്നവരെ ഞാൻ തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്യുക. അതിനുശേഷം പിന്നെ വാസു ഓടിച്ചോളും. അപ്പോൾ ഇതൊരു തീറ്റ വ്ളോഗ് ആവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം ചുമ്മാ ട്രാവൽ ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതാണ് ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനും ഇല്ല. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ കുറച്ച് നേരം നിർത്തി അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം പെട്ടെന്ന് നാട്ടിലെത്താം, അവിടെ ഓണം ആഘോഷിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോകുന്നത്. വല്ലോണം നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു മണിയായപ്പോഴേക്കും നമ്മൾ പാലക്കാട് എത്തി. നമുക്ക് സേലത്തും ടോൾ പ്ലാസകളിലും പിന്നെ വാളയാറൊന്നും വലിയ ബ്ലോക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നല്ലൊരു നേരത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ കയറിയേക്കാണ്. പാലക്കാട് തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ബിരിയാണിയാണ്. ഇവിടെ ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ, നാളെ ഓണമല്ലേ, അപ്പോൾ ഓണ സ്പെഷ്യൽ ഓണസദ്യയൊക്കെ ഉണ്ടായി. നമ്മളെത്തുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. മിസ്സായിപ്പോയി, എന്താ ചെയ്യുക. അത് കാരണമാണ് പിന്നെ നമ്മൾ നോൺ വെജ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കൂടുതലായിട്ടും അറേബ്യൻ ഫുഡൊക്കെ കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് പൂക്കളൊക്കെ വെക്കുന്നുണ്ടായി, ഓണക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് പൂ വാങ്ങിച്ചത്. നമ്മളിപ്പോൾ കുതിരാൻമല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കൂടുതലും ശ്രദ്ധയോടെയും ഒക്കെ പോവേണ്ടതായിട്ടുള്ളൊരു സ്ഥലമാണ് കുതിരാൻമല. കൂടുതലായിട്ടും ആക്സിഡൻ്റൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ റോഡും കുറച്ച് മോശമാണ് ഇപ്പോൾ, ഈയിടെയായിട്ട് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ, ഫേമസ് അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, കുതിരാൻ അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മൾ ആദ്യമൊക്കെ വരുമായിരുന്നു കേട്ടോ. കുറച്ച് നാൾ നമ്മൾ ബാംഗ്ലൂരല്ല കോയമ്പത്തൂരുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ വീക്കെൻഡിൽ നാട്ടിലേക്ക് വരുമ്പോഴേ വെളുപ്പിനെ ഇറങ്ങും വീട്ടിൽ നിന്ന്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കും.
അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കുതിരാമലയുടെ അവിടെ എത്തുമ്പോൾ നിർത്തിയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് പോവാറ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസിയൊക്കെ നന്നായിട്ട് നടക്കണം, അതുപോലെ ഡെലിവറിയൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ഉണ്ണീനെയും കൊണ്ട് വരാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായി. അതുപോലെ തന്നെ ചെയ്തു കേട്ടോ. ഉണ്ണി ഉണ്ടായി കഴിഞ്ഞ് അവൻ 6 മാസമൊക്കെ ആയി, ചോറൂണൊക്കെ കഴിഞ്ഞപ്പോൾ അവനെയും കൊണ്ട് തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിരാൻ അമ്പലത്തിന് പേര് വരാനായിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാമോ? ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് വെച്ചാൽ കുതിരയുടെ മേലിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് കുതിരാൻ എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ പിന്നെ ഈ മലയ്ക്കും ആ ഒരു പേര് വന്നു. നമ്മൾ നാട്ടിലെത്തി നല്ല സേഫായിട്ടുള്ള യാത്രയായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വിചാരിച്ച ടൈമിനേക്കാൾ മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വാസുവിൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്, തൃശ്ശൂരാണ്. അപ്പോൾ ഇതാണ് ഇന്ന് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഓണപ്പൂക്കളം. അത് ഐസ്ക്രീമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഓണപ്പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അനിയനും അനിയത്തിയും അവരുടെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കളയിടാനായിട്ടുള്ള പൂക്കൾ നുള്ളിയെടുക്കുകയും പിന്നെ ഞാനിപ്പുറത്ത് അണിയാണ് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും പിന്നെ നമ്മൾ ഓണം കൊള്ളുന്ന ഭാഗമല്ലേ അവിടെയൊക്കെ ജസ്റ്റ് അരിപ്പൊടി കൊണ്ട് ഒന്ന് അണിഞ്ഞെടുക്കുകയാണ്. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ഉത്സാഹിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ കളമൊരുക്കലും പിന്നെ ഓണം കൊള്ളലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണക്കളം. ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നതും പിന്നെ ഇവിടുത്തെ ചെറിയൊരു ഓണം കൊള്ളൽ പരിപാടിയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.